ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ നിർണായക വെളിപ്പെടുത്തലുമായി ബസ് ജീവനക്കാർ. യുവതി പരാതിയൊന്നും പറഞ്ഞിരുന്നില്ലെന്നും ബസ്സിലെ CCTV ദൃശ്യങ്ങളെ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നുമാണ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തതോടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഷിംജിത ഒളിവിൽ പോയെന്നാണ് സൂചന. ഷിംജിത പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ബസ് ജീവനക്കാർ പോലും സംഭവം അറിയുന്നത്. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിലെ ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഷിംജിത പറയും പോലുള്ള സംഭവങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. CCTV ദൃശ്യങ്ങൾ ബസ്സുടമ പോലീസിന് കൈമാറുകയും ചെയ്തു. ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്തായാലും 7 പോസ്റ്റ് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. ഇന്നലെ രാത്രി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയതായും മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് ആദ്യം ചിന്താകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു വിധി. എൻ്റെ മോൻ വളരെ പാവായി പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെയാണ് ഷിംജിത ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയോടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ കോഴിക്കോട്ടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ദീപകിനെ കണ്ടെത്തുകയായിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.